മാത്രമല്ല രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് നൽകിയ ചില വിവരങ്ങൾ അതിന്റെ തുടർച്ചയെ നടത്തിയ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്ക് എസ്ഐടി എത്തി എന്ന സൂചനകൾ ഉൾപ്പെടെ പുറത്തു വരികയാണ്. ആർ അനന്തകൃഷ്ണൻ സാനക സുരേഷും വിവരങ്ങളുമായി നമുക്ക് പോടാം. ആദ്യം അനന്തനിലേക്കാണ്. അനന്തൻ, ഇപ്പോൾ ഈ ഡി മണിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ, അതിന്റെ തുടർച്ചയായി എസ്ഐടി ഇയാളെ കണ്ടെത്തി ചോദ്യം ചെയ്തോ? ഇയാളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്? രമേശ് ചെന്നിത്തല നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന് ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എസ്ഐടിക്ക്? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതാണ്ടൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല ഇടപെടുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ചില വിവരങ്ങൾ ലഭിച്ചു. ഒരു വിദേശ വ്യവസായി ചെന്നിത്തലയ്ക്ക് ചില വിവരങ്ങൾ നൽകിയെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അത് സംബന്ധിച്ച് SITയെ നേരിട്ട് കണ്ട് അദ്ദേഹം ആ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് SIT ഈ വിദേശ വ്യവസായിയെ വിളിച്ചു വരുത്തി ഏതാണ്ട് 4 മണിക്കൂറോളം മൊഴിയും രേഖപ്പെടുത്തി. ആ മൊഴിയുടെ വിശദാംശങ്ങൾ എന്ന പേരിലാണ് ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മളടക്കം നൽകിയത്. അത് ഡി മണി എന്ന ഒരു ആൻറ്റിക് കച്ചവടക്കാരന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും തിരുവനന്തപുരത്ത് വെച്ച് ചില വിഗ്രഹങ്ങളുടെ ഇടപാട് നടത്തുന്നത് ഈ മൊഴി നൽകിയ വിദേശ വ്യവസായി കണ്ടു എന്നുമാണ് ആ മൊഴിയിലെ സാരം. അപ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പേരാണ് പ്രധാനമായും പുറത്തു വന്നത്. ഡി മണി എന്ന പേര്, ചെന്നൈ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആൻറ്റി കള്ളക്കടത്ത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കച്ചവടം നടത്തുന്നയാൾ എന്ന പേരിലാണ് ആ പേര് വന്നത്. പക്ഷേ നമ്മളൊക്കെ നേരത്തെ തന്നെ ഈ പേര് കിട്ടി ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തെങ്കിലും ഈ ആൻറ്റി കച്ചവടവുമായി ബന്ധപ്പെട്ട് ദാവൂദ് മണിയെന്നോ ഡി മണിയെന്നോ പേരുള്ള ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം നമ്മളടക്കം വാർത്തകൾ നൽകിയ ശേഷമാണ് ഇൻ്റർനെറ്റിലൊക്കെ ആ പേര് സജീവമാവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ രമേശ് ചെന്നിത്തലയുടെയും വിദേശ വ്യവസായിയുടെ മൊഴിയെടുത്ത ശേഷം SITയിലെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ആരാണ് ഡി മണി എന്ന് കണ്ടെത്താൻ വേണ്ടി അവർക്ക് ചില സൂചനകൾ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു വ്യക്തിയെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. അത് ഡി മണി എന്നുള്ളത് അയാളുടെ ഒരു ചുരുക്കപ്പേരാണ് അല്ലെങ്കിൽ വിളിപ്പേരാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് യഥാർത്ഥ പേര് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാണ് എന്നുള്ള വിവരമാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ 2 പേരുകളാണ് ഇപ്പോൾ SIT കണ്ടെത്തി എന്ന രീതിയിൽ പുറത്തു വരുന്നത്. അത് ഡയമണ്ട് മണി എന്നൊരു പേരും ഒപ്പം തന്നെ ഡിണ്ടുകൾ ബാലമുരുകൻ എന്ന പേരുമാണ് ഇപ്പോൾ വരുന്നത്. അത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നുമില്ല. അപ്പോൾ ഒരു വ്യക്തിയെ ചെന്നൈയിൽ കണ്ടെത്തി അയാളിൽ നിന്ന് അയാളെ കേന്ദ്രീകരിച്ച് പ്രാഥമികമായ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. അയാളുടെ ചില ഡീറ്റെയിൽസുകൾ അവരെടുത്തിട്ടുണ്ട്. അവിടെ ചെന്നൈയിൽ തന്നെ സ്ക്വാഡ് തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അതിലൊക്കെ സ്ഥിരീകരണം ഉണ്ടായാൽ അയാൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും. അതല്ലെങ്കിൽ അയാൾ കുറച്ചുകൂടി നമ്മളിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ SITക്ക് അല്ലെങ്കിൽ ഈ സ്ക്വാഡിന് കിട്ടിയിരിക്കുന്ന പേര് ഒരു പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ ഒരു ആഭരണ വ്യവസായിയുടേതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും നല്ല ധനികനായ അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ തിരുവനന്തപുരത്ത് വന്നതായും സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില അവ്യക്തമായ വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു അറസ്റ്റോ കസ്റ്റഡിയോ ഈ മണിക്കൂറുകളിലൊന്നും ഉണ്ടാകാതിരുന്നത്. ഒരു പക്ഷേ നമ്മൾക്ക് കിട്ടിയതുപോലെ തന്നെ അല്ലെങ്കിൽ അത്തരം സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങളായിരിക്കും അന്വേഷണ സംഘത്തിനുമുള്ളത്. അത് സ്ഥിരീകരിച്ച ശേഷം അവർ അടുത്ത നടപടിയിലേക്ക് പോകും. ഇതിനൊപ്പം തന്നെ ഈ ഒരു വ്യക്തി ആരാണ്, ഇങ്ങനെ പുതിയൊരു പേര് ഡി മണി എന്ന പേര് രമേശ് ചെന്നിത്തല വഴി പുറത്തു വന്നത് ആരാണ് എന്ന് സംസ്ഥാന കേന്ദ്ര ഇന്റലിജൻസുകളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്നത് DRIയുടെ ഒന്നും ലിസ്റ്റിൽ ഇങ്ങനൊരു പേര് നേരത്തെ ഉണ്ടായിരുന്നില്ല. അവരാണ് ഈ വിഗ്രഹ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് IBയും സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഈ പേരാരാണ്, ഇതാരാണ്, അവിടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇയാൾക്ക് ഇടപാടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഡി മണിയെ കേന്ദ്രീകരിച്ച് ചർച്ചകൾ സജീവമാവുകയാണ്. അതേസമയം മണിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്.